നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ക്രിസ്തുമസ് ആശംസകൾ. നോക്കാം പ്രധാന വാർത്തകൾ. ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിൽ. പാതിരാ കുർബാനയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹോത്സവം. കുളപ്പുള്ളി IPT പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് വടനാകുറിശി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. പയങ്കുളത്ത് സ്വകാര്യ കരിങ്കൽ ക്വാറിയിലേക്കുള്ള റോഡ് നവീകരണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആക്ഷേപം. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം മന്ദഗതിയിലെന്ന പരാതി. 3 മാസമായി പ്രവൃത്തി സ്തംഭനാവസ്ഥയിൽ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നെന്മാറ ഡിവിഷനിൽ നിന്നുള്ള KJ എൽദോ മത്സരിക്കും. തീരുമാനം DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിൽ. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ ശുഭസന്ദേശവുമായി ക്രിസ്തുമസ്. ലോകം ആഘോഷ നിറവിലാണ്. തൃശൂർ മേഖലയിൽ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മം പാതിരാ കുർബാനയും നടന്നു. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തിയാണ് തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ലോകം ക്രിസ്മസ് ആഘോഷിച്ചത്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും ആഘോഷത്തിന് മിഴിവേകി. ക്രിസ്മസിനെ സ്വാഗതം ചെയ്ത് കേക്ക് മുറിക്കലും കരോളും നടന്നു. തൃശൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങളും പാതിരാ കുർബാനയും നടന്നു. ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മേഖലയിലെ മറ്റ് ദേവാലയങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുപ്പിറവി കർമ്മങ്ങൾ, പ്രത്യേക പ്രാർത്ഥന, കലാപരിപാടികൾ എന്നിവ നടന്നു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ സെന്റ് ആഗ്നസ് ദേവാലയം ഉൾപ്പെടെയുള്ള വിവിധ ചർച്ചുകളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ഷൊർണൂർ ടൗണിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് കലാപരിപാടിക്ക് പുറമെ വ്യാഴാഴ്ച രാവിലെ 7:30 മണി മുതൽക്കായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. ഫാദർ പ്രിൻസ് ജോർജിന്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. ഇടവകയിലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരുപ്പിറവിയുടെ ഭാഗമായി സെന്റ് ആഗ്നസ് ചർച്ചിൽ 24 രാത്രി 10:30 തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിച്ചു. പുലർച്ചെ 1 മണിവരെ ചടങ്ങുകൾ നീണ്ടുനിന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചുവന്നഗേറ്റ് IPT കോളേജിന് സമീപം KSRTC ബസ് ബൈക്കിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വാടനാകുറിശി പോയിലൂർ സ്വദേശി മരണപ്പെട്ടു. പടിഞ്ഞാക്കര വീട്ടിൽ 41-കാരനായ ആനന്ദനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ചുവന്നഗേറ്റ് IPT കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. KSRTC ബസ് ബൈക്കിലിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. വാണാകുറിശി പോയിലൂർ സ്വദേശി പടിഞ്ഞാറക്കര വീട്ടിൽ 41 വയസ്സുള്ള ആനന്ദനാണ് ചികിത്സയിൽ കഴിവെ വ്യാഴാഴ്ച രാവിലെ മരണപ്പെട്ടത്. പരിക്കേറ്റ മകൻ ദേവാനന്ദൻ വീട്ടിൽ വിശ്രമത്തിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കരിങ്കൽ ക്വാറിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. പയങ്കുളം പാഞ്ഞാൽ ആലിൻചൂട് മുതൽ സദേൻ സഹാറ ക്വാറി വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നാട്ടുകാർ തടഞ്ഞത്. റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും അശാസ്ത്രീയവും ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സദേൻ സഹാറയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് BMBC നിലവാരത്തിൽ നടത്തുന്ന നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും അശാസ്ത്രീയതയും ഉണ്ടെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. നിലവിൽ 6 മീറ്റർ മാത്രം വീതിയുള്ള പഞ്ചായത്ത് റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരമുള്ള കരിങ്കൽ വഹിച്ചുകൊണ്ടുള്ള ടോറസ് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന്
ഭാരം വഹിച്ചുള്ള ലോറികൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കാനാണ് നിലവിലെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യാതെ നടത്തുന്ന ഈ പ്രവൃത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. 15-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അവിടെ ഈ വിഷയം പെട്ടെന്ന്, അതായത് റോഡിൻ്റെ വീതി കൂട്ടാൻ സദേൺ സഹാറ എന്ന പ്രൈവറ്റ് കമ്പനി കോറിക്ക് വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു അപേക്ഷ അവർ വെച്ചു. ഇത് വന്നത് ജനങ്ങളുടെ പ്രക്ഷോഭം പ്രമാണിച്ച് അവർ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു തീരുമാനമാണിത്. ഇത് ഒരു ചർച്ചയ്ക്ക് ഒരു ഗ്രാമസഭയിൽ അവതരിപ്പിക്കാനോ കാത്തു നിൽക്കാതെ 20-ാം തീയതി അവസാനത്തെ കമ്മിറ്റി, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവസാനത്തെ സമിതിയുടെ അവസാനത്തെ മീറ്റിംഗിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് അവസാനം പോയിട്ട് AE ഓവർസിയർ എല്ലാവരും ഒപ്പുവെച്ച് ഈ പ്രമേയം അവർ പാസ്സാക്കി. അതായത് CSR ഫണ്ടിൻ്റെ ഭാഗമായി സദേൺ സഹാറയ്ക്ക് ഈ റോഡ് സ്വന്തം ഇതിൽ പണിയാനുള്ള അവകാശം കൊടുത്തു. CSR നിയമം വെച്ചിട്ട് അവർ ആ ഫണ്ട് പഞ്ചായത്തിൽ കെട്ടിവെക്കുകയാണ് വേണ്ടത്. ഈ റോഡ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതിലെന്തെങ്കിലും നവീകരണം ചെയ്യണമെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പഞ്ചായത്ത് രാജ് ആക്ട് നിലനിൽക്കുകയാണ്. അതായത് സെക്ഷൻ 169, സെക്ഷൻ 170, സെക്ഷൻ 220 അതിൽ നിലനിൽക്കുകയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. ഭരണസമിതി ഇറങ്ങിപ്പോണ സമയത്ത് ചെയ്തു വെച്ചാണ്. പുതിയ മെമ്പർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല, കാര്യങ്ങളുടെ വിശദവുമില്ല. പഴയ ഭരണസമിതി ഇത് എഴുതി വെച്ച് പോയതാണ്. അതിൽ ഒരു അഴിമതി ഉണ്ടെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. എന്തെന്നാൽ ആദ്യമായിട്ട് 15-ാം തീയതി ഈ ഒരു മുമ്പോട്ട് വരികയും റിക്വസ്റ്റ് വരികയും 20-ാം തീയതിക്കുള്ളിൽ AE എസ്റ്റിമേറ്റ് ഇടലും AE ഓവർസിയർ വന്ന് കാണലും എല്ലാം ചെയ്തുകൊണ്ട് 21 ഇന്ന് പണി തുടങ്ങി. അതിൽ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ ഒന്നുകൂടി ഇതിനെ വീണ്ടും ഒന്ന് ചർച്ച ചെയ്ത് പുതിയ ഭരണസമിതി ഇതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കണം. CSR ഫണ്ടിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. പല സെക്ഷനുകൾ, അതായത് സെക്ഷൻ 3, സെക്ഷൻ 165, സെക്ഷൻ 166 പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ഒരു ഗ്രാമസഭ വെച്ച് ജനങ്ങളുടെ തീരുമാനം, എന്താ വെച്ചാൽ പഞ്ചായത്ത് സ്വത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂടി അനുവാദത്തു കൂടി മാത്രമാണ് വേറെ വ്യക്തിക്ക് കൈമാറേണ്ടത്. ആലിൻചൂട് മുതൽ പൈങ്കുളം UP സ്കൂൾ വരെയുള്ള കണക്ഷൻ റോഡ് മുഴുവനായും BMBC നിലവാരത്തിൽ നവീകരിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പാതയോരത്തെ മരങ്ങൾ മുറിച്ചും വൈദ്യുത പോസ്റ്റുകൾ വശങ്ങളിലേക്ക് മാറ്റിയിട്ടും ഫുട്പാത്തും കാനയും നിർമ്മിച്ച കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനായി വ്യക്തമായിട്ടൊരു നിയമ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഈ റോട്ടിലൂടെ കോടതി വിധി പ്രകാരം 12 ടൺ വരെ പോകാവുന്ന വണ്ടികളെ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം നിലയിലൊക്കെ സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ള സെക്രട്ടറിക്ക് പോലും അറിയുന്നില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ ഞങ്ങൾ 2 മാസമായി നിരന്തരം ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഞങ്ങൾ ആ ബോർഡ് സമർപ്പിച്ചു. അതിനുശേഷം ഇന്ന് ഇതേ കോറിക്ക് എന്തനുമതിയുടെ പേരിലാണെന്നറിയില്ല, അതിന് പ്രത്യേകമായ രേഖയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾ ബോർഡ് സമർപ്പിച്ച ശേഷം ഇന്ന് കാലത്ത് അവരുണ്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളും കൂടി JCB കൊണ്ട് മാന്തി അവർ റോഡ് വീതി കൂട്ടാൻ നോക്കുന്നു. ഇതാരെ അനുമതി കൊടുത്തു എന്നറിയില്ല. ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്ങ് വീണ്ടും ഈ സംരംഭം നടത്തിയിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മുൻനടപടികൾ സെക്രട്ടറി എത്രയും പെട്ടെന്ന് കൈക്കൊണ്ട് ഇതെന്താണോ ഇതിന് രേഖ, എന്തിൻ്റെ പേരിലാണ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായ നടപടി ഇതിൻ്റെ മേലധികാരികൾ പറയുന്നു. കമ്പനിയുടെ സ്വകാര്യ ലാഭത്തിനല്ല, മറിച്ച് പ്രദേശവാസികളുടെ പൊതുവായ ഗുണത്തിനാകണം CSR ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതോടെ പ്രദേശം വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചയ്ക്ക് വേദിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം. 27 നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നെന്മാറ ഡിവിഷനിൽ നിന്നുള്ള KG എൽദോയെ മത്സരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നേതാക്കളായ VK ശ്രീകണ്ഠൻ MP, C ചന്ദ്രൻ, CP മുഹമ്മദ്, CV ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി SN കോളേജിലെ NSS യൂണിറ്റ് സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് ക്യാമ്പ്. ഷൊർണൂർ പോലീസ് CI രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി SN കോളേജിലെ NSS യൂണിറ്റിന്റെ
ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് 24 ബുധനാഴ്ച ഷൊർണൂർ SN ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലാണ് തുടക്കം കുറിച്ചത്. പതാക ഉയർത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി. തുടർന്ന് നടന്ന ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ CI രവികുമാർ നിർവഹിച്ചു. വീട്ടിൽ നിന്ന് വിട്ട് നിന്നതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുണ്ടാവും. പിന്നെ അങ്ങോട്ട് സെറ്റാവും. ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പിരിയാനുള്ള സമയമാകുമ്പോഴേക്കും ഭയങ്കര വിഷമവും, ഇത്ര പെട്ടെന്ന് 7 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് വരും. അതിനിടയ്ക്ക് നമ്മളായി കഴിയുന്ന രീതിയിൽ കുറേ ആർജിച്ചെടുക്കേണ്ടുന്ന കുറേ അറിവുകളും കുറേ അനുഭവങ്ങളും എല്ലാം നമ്മളിലേക്ക് കയറി വരും. നമ്മളായി കുറേ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മളെക്കൊണ്ട് കഴിയും. അങ്ങനെ വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. ചടങ്ങിൽ രവികുമാറിനുള്ള ഉപഹാരവും കൈമാറി. വാർഡ് കൗൺസിലർ EM രജിത അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ P രജനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ A കനകലത, PTA പ്രസിഡന്റ് സുദേശ് C മുകുന്ദൻ, അനന്തകൃഷ്ണ, C ഗിരിജ, ഡോക്ടർ AT മിഥുൻ, ശ്രീജ ടീച്ചർ, ഹരിത ടീച്ചർ, MK വിഘ്നേഷ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാം ദിനത്തിലും വിവിധ ക്യാമ്പ് പ്രവർത്തനങ്ങൾ നടന്നു. സപ്തദിന ക്യാമ്പിൽ 92 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഉച്ചവേഗം. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ച് 3 മാസം പിന്നിടുകയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് 1 വർഷമായെന്നും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ MLA കരാറുകാരന് നിർദ്ദേശം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോട്ടായി സെന്ററിൽ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമായി മൈനർ ഇറിഗേഷന്റെ കീഴിൽ 1 കോടി രൂപ ചെലവഴിച്ച് മലമ്പുഴ കലാലിനു മുകളിൽ നിർമ്മിക്കുന്ന മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ട് 3 മാസമായി. സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പരക്കെ ആക്ഷേപമുണ്ട്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിൽ പ്രധാന പാതയോരത്തെ മലമ്പുഴ മെയിൻ കനാലിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കനാലിനു മുകളിൽ 65 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയിട്ട് 4 മാസമായിട്ടും തുടർപണികളൊന്നും നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പണി തുടങ്ങിയിട്ട് 1 വർഷത്തോളമായെന്നും പണി പൂർത്തീകരിക്കാൻ കരാറുകാരന് കർശന നിർദ്ദേശം നൽകാൻ PP സുമോദ് MLA ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പൊട്ടുപാറ ഗണപതി ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. രാവിലെ അഭിഷേകം, ഗണപതി ഹോമം എന്നിവ നടന്നു. വൈകിട്ട് പള്ളിപ്പടിയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വേല എഴുന്നള്ളിപ്പുണ്ടായി. ശിങ്കാരിമേളവും വിവിധ കലാരൂപങ്ങളും വേലയ്ക്ക് അകമ്പടിയായി. വൈകിട്ട് ക്ഷേത്രത്തിൽ പാണ്ഡ്യമേളം, ദീപാരാധന എന്നിവയുണ്ടായി. രാത്രി 10-ന് കല്ലൂർ രാമൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായി. വ്യാഴാഴ്ച പുലർച്ചെ ഗജവീരന്റെ അകമ്പടിയോടെ വീണ്ടും ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയഹുള്ളാഹി അവരുടെ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളായി നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചതായും ഭാരവാഹികൾ വ്യക്തമാക്കി. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ശ്രീ പുഷ്കരത്ത് ഉള്ള കുഞ്ഞിക്കോയ തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 5 മണിക്ക് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാട്ടിരി പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കും. തുടർന്ന് 7 മണിക്ക് അജ്മീർ മൗലൂദ് പാരായണവും ശനിയാഴ്ച രാവിലെ 6 മുതൽ 8 മണി വരെ ഖത്തുൽ ഖുർആൻ മൗലീദ് മജ്ലിസ്, തുടർന്ന് 10 മണി മുതൽ 1 മണി വരെ മഹാ അന്നദാനവും നടക്കും. തുടർന്ന് 4 മണിക്ക് ബുർദ മജ്ലിസ്, വൈകിട്ട് 7 മണിക്ക് ആത്മീയ സമ്മേളനം. സമസ്ത കേന്ദ്ര മുശാവറ അംഗം താഴപ്പുറം മൊയ്തീൻകുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കും. വെട്ടിക്കാട്ടിരി മഹല്ല് ഖത്തീബ് സൈഫുദ്ദീൻ നൂസ്രിസ ആദി വിളിയങ്കോട് ഉദ്ഘാടനം ചെയ്യും. മുസ്തഫ സവായി തന്നല മുഖ്യപ്രഭാഷണം നടത്തും. അൻവർ ഷാ തങ്ങൾ, ഐദ്രോസി, നീലഗിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ മുഹമ്മദ് സാദിഖ് തങ്ങൾ, MS മുഹമ്മദ്, KS മുഹമ്മദ് അലി, അബ്ദുൾ റഹ്മാൻ കല്ലേക്കുണ്ടിൽ, സ്വാലിഹ് ഇർഷാദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2007 മുതൽ ആരംഭിച്ച നേർച്ച അതിവിപുലമായി ഈ വർഷങ്ങളിലെല്ലാം നടന്നു വരികയാണ്. ഈ വർഷവും അതിൻ്റെ ഭാഗമായി ആണ്ടുനേർച്ചയും ദുആ സമ്മേളനവും അതിവിപുലമായി തന്നെ നടത്തുവാൻ സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ 26, 27 വെള്ളി ശനി തീയതികളിലായി മക്കാമംഗലത്തിൽ വെച്ച്
അതിവിപുലമായ പരിപാടികളാണ് സ്വാഗത സംഘം പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മർഹൂം കുഞ്ഞിത്തങ്ങൾ നബ്ബറല്ലാഹു മർക്കദഹു ശ്രീ പുഷ്കര മക്കാം സിയാറത്ത് അതോടുകൂടെ ആരംഭിക്കുന്ന പരിപാടി 5 മണിക്ക് സെയ്ദ് ഇസ്മായിൽ ഉണ്ണിക്കോയ തങ്ങൾ വെട്ടിക്കാട്ടി പതാക ഉയർത്തുന്നതോടുകൂടെ നമ്മുടെ ഈ ആണ്ട് നേർച്ചയ്ക്ക് പ്രാരംഭം കുറിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിൽ പാതിരാ കുർബാനയിൽ 10,000 പങ്കെടുത്തു. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മഹോത്സവം. കുളപ്പുള്ളി ഐപിടി പരിസരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് വടനാകുറിശി സ്വദേശി ആനന്ദൻ. അപകടം ബൈക്കും KSRTC ബസ്സും കൂട്ടിയിടിച്ച്. പയങ്കുളത്ത് സ്വകാര്യ കരിങ്കൽ കോറിയിലേക്കുള്ള റോഡ് നവീകരണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആക്ഷേപം. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം മന്ദഗതിയിലെന്ന പരാതി. 3 മാസമായി പ്രവൃത്തി സ്തംഭനാവസ്ഥയിൽ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി കപ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച TK സുനിൽകുമാറിനെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നെന്മാറ ഡിവിഷനിൽ നിന്നുള്ള KJ എൽദോ മത്സരിക്കും. തീരുമാനം DCC ഓഫീസിൽ ചേർന്ന കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ യോഗത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.